ആയിരുന്നല്ലേ, +1 ആയിരുന്നല്ലേ, അതിനിടയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു വന്നതാണല്ലേ എങ്കിൽ ആദ്യത്തെ ചോദ്യം തൗഹീദുള്ള ഒരാളോട് 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാണ്. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താണ്? ആ 5 വക്ത് നിസ്കാരത്തിൽ ഒരു പെൺകുട്ടി വിജയിച്ചാൽ, ഒരാൺകുട്ടി വിജയിച്ചാൽ ഫഖദ് ഫാസ വഅൻജഹ, ബാക്കിയുള്ള ചെറിയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കും, സ്വർഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, 5 വക്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ വഖദ് ഖാബ വഖസിറ, പിന്നീട് പടച്ച തമ്പുരാന്റെ മുന്നിൽ ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു, എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിക്ക് വീടില്ലാതിരുന്നപ്പോൾ അങ്ങാടിയിലുള്ള ബക്കറ്റുമായി നടന്നിട്ട് പിരിവെടുത്ത് ആ കുട്ടിയെ സഹായിച്ചയാളായിരുന്നു. നാട്ടിൽ പ്രളയം വന്നപ്പോ വീടും കൂടും നഷ്ടപ്പെട്ട ആളുകൾക്ക് പള്ളികളിൽ വെച്ച് നടക്കുന്ന പിരിവുകളിൽ ആളുകൾക്ക് പൈസ ശേഖരിക്കുന്നതിൽ ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. പടച്ച തമ്പുരാൻ നയാ പൈസക്ക് പോലും പരിഗണിക്കൂല. എന്തേ കാരണം? നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ മനുഷ്യനായി പോലും അള്ളാഹു കണക്കാക്കുകയില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട്. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം, കാല് മുറിഞ്ഞോ നിസ്കരിക്കണം, നട്ടെല്ല് തളർന്നോ നിസ്കരിക്കണം, എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം, ക്യാൻസർ ബാധിച്ച് RCCയിൽ അഡ്മിറ്റ് ആണോ, ബോധമുണ്ടോ, ജീവനുണ്ടോ, സ്വബോധമുണ്ടോ, അയാൾ നമസ്കരിക്കണം. കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ മുതവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല. ആ നമസ്കാരമാണ് പ്രിയപ്പെട്ട മക്കളെ, ടൂറ് പോകുന്ന അന്ന് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ടവരായ നല്ലവരായ മക്കൾ പടച്ച തമ്പുരാനോട് പറയാൻ കഴിയണം, നാഥ 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ മരണപ്പെട്ടു പോയതെങ്കിൽ 10ാം ക്ലാസ് വരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പടച്ചോനെ, ആരൊക്കെ കളിയാക്കിയിട്ടും ഞാൻ നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ടൂറിന് പോകുന്ന സമയത്ത് നിസ്കരിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകും? അവനവന്റെ കൂട്ടുകാരികളുടെ കല്യാണത്തിന് കൂട്ടുകാരികളോടൊപ്പം പോകുന്ന സമയത്ത് നമസ്കരിക്കുന്ന എത്ര മക്കളുണ്ടാകും? സ്കൂളിൽ നടക്കുന്ന സ്പോർട്സിന്റെ അന്ന്, സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ അന്ന്, സബ് ജില്ലയുടെ ഉത്സവത്തിന്റെ അന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മളെങ്ങാനും നമസ്കാരം ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നെങ്കിൽ 100% അയാൾ കാഫറായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടും.